നമുക്കങ്ങ് കോഴിക്കോട് ഒരു കല്യാണം കൂടാൻ പോയാലോ? ഇത് നമ്മൾ കോഴിക്കോട് നമ്മുടെ സ്വന്തം ഷാദിൽക്കട കല്യാണം കൂടാൻ പോവാണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അനീന. ഈ ട്രിപ്പിൽ ഞാനും അനീനയും മാത്രമല്ല, എൻ്റെ 2 കൊലീഗും കൂടെ ഉണ്ട്. കൊലീഗല്ല, എക്സ് കൊലീഗ്. നമ്മളെല്ലാവരും ഓഫീസിൽ നിന്ന് ചാടി, പക്ഷെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രമുണ്ട്. ഇതാണ് നമ്മുടെ നാൻസു, നമ്മുടെ സ്വന്തം നാൻസി. ഇനി ഒരാളും കൂടെ ഉണ്ട് ഇതിലേക്ക്. അവൻ ആലുവേന്ന് കയറും. അതാണ് നമ്മുടെ മിസ്റ്റർ തരിയൻ. ഇതാണ് ആ പുള്ളി. നമ്മൾ ആക്ച്വലി ട്രെയിൻ മിസ്സായി പറഞ്ഞുകൊണ്ടാണ് അവനെ വിളിച്ചത്. പക്ഷേ നമ്മൾ ട്രെയിൻ മിസ്സായിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വളിച്ച എക്സ്പ്രഷനാണ് കണ്ടത്. എനിവേസ്, പക്ഷേ ഈ ട്രിപ്പ് ഭയങ്കര ഒരു മൂഞ്ചലായിരുന്നു. റിട്ടേൺ പോയപ്പോൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. നമ്മുടെ നാൻസിക്ക് തലേ ദിവസം കഴിച്ച് ഫുഡ് പോയ്സണായിട്ട് കിടപ്പായിരുന്നു. കാലത്തെ വിളിച്ചിട്ട് എന്നെ തേച്ചതാണ് ഈ ട്രിപ്പിന് വന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മെഡിസിനും പിന്നെ ഞാൻ പാമ്പർ ചെയ്തെടുത്തുകൊണ്ട് പോയിക്കോളാം, നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സോപ്പിട്ടാണ് അവൾ ഈ ട്രിപ്പിലേക്ക് വിളിച്ചത്. കാരണം അവളില്ലാതെ എന്ത് ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ 4 കൂടെ കുട്ടിയും പുറപ്പാടാക്കി തലേന്നേ പോകണ ഷാദിൽക്കട വെഡ്ഡിങ് കൂടെ. കോഴിക്കോട് ഷാദിലിൻ്റെ വെഡ്ഡിങ് കണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ 2 കൊല്ലം ഞങ്ങൾ ഈ ദിവസത്തിന് കാത്തിരിക്കുന്നത്. പിന്നെ ഈ 11 മണിക്ക് അവൻ തൽക്കാലം ബുക്ക് ചെയ്യണം നാളത്തേക്ക്. ട്രെയിനിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം കിട്ടിയില്ല. എങ്ങനെ വരുമോ? പക്ഷെ നമ്മൾ കോഴിക്കോട് ചെന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഒരു 2 ഷർദിലും കഴിഞ്ഞ് നാൻസി ലാൻഡായി. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചാണ് നമ്മൾ ഷാദിൽക്കട വീട്ടിലെത്തുന്നത്. പക്ഷെ എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. ഭയങ്കര ലൈക്ക് മോർണിംഗ് ട്രെയിൻ ആയതുകൊണ്ടും പിന്നെ എല്ലാവരും ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ടും പിന്നെ ഒരു കണക്കിന് ഷാദിൽക്കട കല്യാണം അത് കോഴിക്കോട് പോയി കൂടുന്നത് എനിക്ക് ഭയങ്കര ആശയതുകൊണ്ടും കൂടെയാണ് നമ്മൾ ലഗേജ് പാക്ക് ചെയ്ത് പോകുന്നത്. അങ്ങനെ നമ്മളൊരു ഓട്ടോ വിളിച്ചു. എന്നിട്ട് നമ്മൾ ഇത് നമ്മളെ പാരഗണിൽ പോവാണ്. തരിയന് കോഴിക്കോട് വന്നെങ്കിൽ അവന് പാരഗൺ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ടൈമിലും സമയമില്ലാത്ത സമയത്ത് അപ്പോൾ തന്നെ നമ്മൾ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് പിന്നെ ഒരു ഊബർ എടുത്ത് 1 മണിക്കൂർ അതേപടി നമ്മൾ ഇറങ്ങി. നമ്മുടെ ഷാദിൽക്കട സ്ഥലം പോലെ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം നമ്മൾ ഷാദിൽക്കട തലേ ദിവസത്തെ പരിപാടിക്ക് പോയി. അടിപൊളി വൈബായിരുന്നു, പാട്ടും മേളവും. ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം കല്യാണം കൂടുന്നത്. നമ്മളങ്ങനെ ഒരുങ്ങി പോയി. പക്ഷെ നമ്മളെല്ലാവരും ഹെൽത്ത് ഓക്കെ ആയിരുന്നില്ല. ഷാദിൽക്കട മൊഞ്ചായിട്ടുണ്ട്. പിറ്റേ ദിവസം മെയിൻ ഫങ്ഷനാണ് ഷാദിൽക്കട നമ്മൾ പോകുന്നത്. നമ്മളുടെ അപ്പോൾ ഒരാളും കൂടെ ജോയിനായി. നമ്മുടെ ഓഫീസിലുണ്ടായ അർച്ചനയും കൂടെ ഉണ്ട്. അർച്ചനയും ഷാദിലും നെയ്ബേഴ്സാണ്. അങ്ങനെ നമ്മളുടെ കോഴിക്കോട് കാര്യമെല്ലാം നോക്കിയത് അർച്ചനയായിരുന്നു. പക്ഷെ അർച്ചനയും ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി. കാരണം ആ ഓഫീസ് അത്രയും നല്ല ഓഫീസായിരുന്നു. മനസ്സിലായില്ലേ? നമ്മൾ കെട്ടി ഒരുങ്ങി ഷാദിൽക്കട കല്യാണ പരിപാടിക്ക് പോയി. അവിടുത്തെ ടെസ്റ്റ് എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. പിന്നെ നമ്മളെ ടേക്ക് കെയർ ചെയ്ത ഷാദിലിൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. അവർ ആൻറ്റി ഞങ്ങൾ ഭയങ്കര അടിപൊളി. അവരുടെ മക്കളാണെങ്കിൽ അതിനേറെ അടിപൊളി. പക്ഷെ നമ്മൾ ഇത്രയും തിരക്കുണ്ടായതുകൊണ്ടും പിന്നെ നമ്മൾക്ക് എൻ്റെ കൂട്ടത്തിലുണ്ടായ ആൾക്കാർ ഷൈ ആയിരുന്നത് കൊണ്ടും നമ്മൾ ഫോട്ടോ എടുക്കാൻ കയറിയില്ല. കാരണം നമ്മൾ എറണാകുളത്ത് നിന്ന് ഒരുങ്ങി കെട്ടിപ്പോയതാണ്. ഒരു ഫോട്ടോ പോലും എടുത്തില്ല. തലേ ദിവസം എടുത്തിട്ട് വേണം ആടാനായിട്ട്. അപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഇറങ്ങി കല്യാണ വീട്ടിൽ നിന്ന്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിനിൽ 1 ഇഞ്ച് പോലും സ്ഥലമില്ല. കാരണം ഇതൊരു ഞായറാഴ്ചയായിരുന്നു. പിറ്റേ ദിവസം ക്രിസ്മസ് ഹോളിഡേ കഴിഞ്ഞ് ക്ലാസ് തുടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറാതെ KSRTC ബസ്സെടുത്ത് ഒരുമാതിരി നമ്മൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂർ വരെ ഞങ്ങൾ 4 പേരും നിന്നാണ് വന്നത്. അങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോൾ സീറ്റ് കിട്ടി. പിന്നെ ഇത് അങ്കമാലിയിൽ നമ്മളെ തരിയൻ ഇറക്കി വിടുന്ന സീനാണ് ഈ കണ്ടത്. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഗൈസ്.